ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഊട്ടിയിലെ അതിമനോഹരമായ പ്ലേസ് ആയ ഡൊബ്ബ ബേട്ടയെ പറ്റിയാണ്. അപ്പോൾ ഏവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം. ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി, തേയിലത്തോട്ടം ഇതൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ കാറ്റാടി മരങ്ങളുടെ ഇടയിൽ കൂടെ കോടമഞ്ഞും കൊണ്ട് സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ഡൊബ്ബ ബേട്ടയിലേക്ക് പോകാൻ സാധിക്കുന്നു. ഡബ്ബാപേട്ടയിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുമ്പോൾ പ്രവേശന ഫീസ് നൽകേണ്ടതാണ്. ബൈക്കിന് പ്രത്യേകം ഫീസൊന്നും നൽകേണ്ട. എന്നാൽ കാറിനും മറ്റു വാഹനങ്ങൾക്കും പ്രവേശന ഫീസുണ്ട്. പോകുന്ന വഴിയിൽ ഒരുപാട് കാറ്റാടി മരങ്ങളും ഊട്ടിപ്പൂക്കളും കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ദേ ഡൊബ്ബാബേട്ടയിലേക്ക് തിരിയുന്ന ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 2 വഴിയാണ് ഞങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഒരു ചേട്ടനോട് ഞങ്ങൾ വഴി ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നു. ദേ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ വഴിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ ദേ ഡൊബ്ബാബേട്ടയിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുമ്പോൾ പ്രവേശന ഫീസ് ഉണ്ട് കേട്ടോ. ബൈക്കിന് പ്രത്യേക ഫീസൊന്നും നൽകണ്ട. എന്നാൽ കാറിനും മറ്റു വാഹനങ്ങൾക്കൊക്കെ പ്രവേശന ഫീസ് ഉണ്ട്. പോകുന്ന വഴിയിൽ ഒരുപാട് കാറ്റാടി മരങ്ങളും ഊട്ടിപ്പൂക്കളൊക്കെ കാണാൻ സാധിക്കും. ഞങ്ങളും അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ ആ കോടമഞ്ഞിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. അപ്പോൾ എല്ലാവരും വന്ന് ഈ കോടമഞ്ഞൊക്കെ കാണുക, അതുപോലെ ആസ്വദിക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ മനോഹരമായ ഡൊബ്ബാബേട്ടയുടെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. വീക്കെൻഡിൽ നല്ല തിരക്കുണ്ടാവും. എന്തായാലും ഞങ്ങൾ പോയത് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു രക്ഷയുമില്ലാത്ത തിരക്കായിരുന്നു. ടിക്കറ്റ് നിരക്ക് വളരെ കുറവാണ്. ഒരാൾക്ക് 10 രൂപയാണ് എൻട്രി ഫീ. ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചെറിയ ചെറിയ കടകളൊക്കെ കാണാൻ സാധിക്കും. നമ്മുടെ ഇരുവശങ്ങളിലായും ചെറിയ ചെറിയ കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഊട്ടിയിൽ വരുന്നവർക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡൊബ്ബാപേട്ട വരുവാണെങ്കിൽ കോടമഞ്ഞിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ പർച്ചേസിങ്ങും ഇതിൻ്റോടൊപ്പം തന്നെ നടക്കുന്നതായിരിക്കും. അങ്ങനെ ദേ നമ്മൾ നടന്ന് ദേ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ദേ ഈ കാണുന്നതാണ് കേട്ടോ ഡൊബ്ബാപേട്ടയുടെ ടോപ്പ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ ദേ നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. നല്ല കോടമഞ്ഞായതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാവരും തന്നെ ഓരോ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഓരോ ഹോട്ടലുകളും അതുപോലെ തന്നെ ചെറിയ ഷോപ്പുകളിലൊക്കെ കയറി ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ നമുക്കും ഇതേപോലെ തന്നെ രാവിലെ ഇറങ്ങിയത് കൊണ്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞും ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവനും ഈ പറഞ്ഞ പോലെ അവിടെ എത്തിയിട്ട് ആ ഹോട്ടലിൽ നിന്നൊക്കെയാണ് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വാച്ച് ടവറാണ് കേട്ടോ. ഈ വാച്ച് ടവറിൽ ഒരു ബൈനോക്കുലർ ഉണ്ട്. ആ ബൈനോക്കുലറിൽ കൂടി 360 വ്യൂ കിട്ടും എന്നാണ് പറയുന്നത്. നമ്മുടെ കർണാടക അതുപോലെ തന്നെ മുക്കുരുത്തി നാഷണൽ പാർക്ക്, ബന്ദിപ്പൂർ അങ്ങനെയെല്ലാം തന്നെ 60 ഡിഗ്രിയിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ ചുറ്റും നടന്ന് തന്നെ കാണുക. കാരണം അങ്ങനെ നടന്ന് കാണുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി വേറെ. അപ്പോൾ ഈ കാണുന്ന കോടമഞ്ഞ് ആസ്വദിക്കണമെന്നുള്ളവർ ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ വരുന്നവരെല്ലാവരും തന്നെ ഡിസംബർ, ജാനുവരി നോക്കി വരണം. കാരണം ബാക്കിയുള്ള മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ക്ലൈമറ്റും കാര്യങ്ങളും നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ വന്നത് ഡിസംബറിലാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ വരുന്നവരൊക്കെ ആ ക്ലൈമറ്റ് നോക്കി വരിക. അപ്പോൾ ദേ
ഇതിൽ കൂടിയാണ് നമ്മൾ പൊക്കത്തേക്ക് കയറുന്നത്. അങ്ങനെ നമ്മൾ പൊക്കത്ത് കയറി പറഞ്ഞ സംഭവം എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഈ മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, കേട്ടറിവിനേക്കാളും സത്യം കണ്ടറിവാണല്ലോ. അപ്പോൾ ദേ വന്ന് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. പിന്നെ ഈ ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ദേ അവിടെ കൂടി ഒരു ചെറിയൊരു ഇതിൻ്റെ ഉള്ളിൽ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഒരു ഷെൽട്ടർ അല്ല, എന്താണ് പറയുക, ഇങ്ങനെ ഗ്രില്ല് പോലെയൊക്കെ കെട്ടിയിട്ട് ഉള്ളിലേക്ക് താഴത്തേക്ക് ഇറങ്ങാൻ കണ്ട ആൾക്കാർ ഇറങ്ങാൻ നട്ടില്ലേ. അപ്പോൾ അവിടെ നിന്ന് നേരെ ചെല്ലുന്നൊരു കുറേ പാറൊക്കെ ഇട്ട് അവിടേക്കാണ്. അപ്പം അവിടെ ചെന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് എന്താ ഒന്ന് ചില്ലൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ഈ സമയത്ത് വരണം കേട്ടോ. ഈ പറഞ്ഞ പോലെ ഡിസംബർ മാസം വരണം. അപ്പോൾ നമുക്ക് നല്ല ക്ലൈമറ്റിൽ ഈ പറഞ്ഞ സ്ഥലം ആസ്വദിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ വലിയ ഒരു വന്നു പോകാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്ര ഭംഗി നമുക്ക് തോന്നൂല. മറ്റുള്ള നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോ കണ്ട് മറ്റുള്ളവർ വരുമ്പോഴത്തേക്ക് അവരോ നിങ്ങളിട്ട വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്, ഇത്രയും ഭംഗി തോന്നുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഈ പറയുന്ന ടൈമിന് വരുവാണെങ്കിൽ ഈ ഞങ്ങൾ പറയുന്ന വീഡിയോ പോലെ തന്നെ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പം എല്ലാവരും വന്ന് ഈ ഡൊബാബേട്ട കാണുക. എന്നിട്ട് എല്ലാവർക്കും ഉണ്ടായ എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.